ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും, എന്നാലും കേട്ട് നോക്കാം. അപ്പോൾ വീഡിയോട്ട് പോവുകയല്ലേ. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് അപ്പം ഇനി കണ്ടന്റിലേക്ക് കടക്കുമ്പോൾ, അപ്പോൾ ഇന്നലെയോടെ നമ്മുടെ ദളപതി വിജയ് കേരളം വിട്ടിരിക്കുകയാണ്. വന്ന എല്ലാ ദിവസവും ഫാൻസിനെ ഫുൾ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടാണ് പോയത്. ഷൂട്ടിന് തിരക്കുണ്ടായിട്ട് പോലും അതൊക്കെ ടൈം നീട്ടിയുമൊക്കെ കേരള ഫാൻസിന് വേണ്ടി അദ്ദേഹം ചെയ്തത് ഒരു കൊലമാസമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഗോട്ടിൻ്റെ കേരള ഷൂട്ട് എന്നത് പൂർത്തിയായി. ഇനി ഗോട്ട് ഷൂട്ടുള്ളത് റഷ്യയിലാണ്. മറ്റേ സ്നോ ചേസിങ് ഫൈറ്റൊക്കെയുള്ള സീൻ ഷൂട്ട് ചെയ്യാനാണ് റഷ്യയിലോട്ട് പോക്ക്. അതൊക്കെ ഓക്കെ, പക്ഷേ കേരളത്തിലെ ലാസ്റ്റ് ദിവസത്തിൽ ദളപതിയുടെ സ്പീച്ചിൽ പല രീതിയിലുള്ള അർത്ഥങ്ങളുള്ളതായി തോന്നിയിട്ടുണ്ട്. ഒരിക്കലും നടക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് വിജയുടെ സിനിമ റിട്ടയർമെൻറ്റ്. ബ്രേക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ടോട്ടലായിട്ട് ഒഴിവാക്കി പോകുന്നത് നമ്മുടെ കേരള ഫാൻസ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വിജയണ്ണൻ്റെ സ്പീച്ചിൽ ഒരു കാര്യമെന്ന് തെളിവായി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഉള്ള സ്ഥാനം തന്നെ ധാരാളമാണ്. അഥവാ ഞാൻ മേലുള്ള സ്ഥാനത്ത് പോയാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ അതുപോലെയാണ് കേരള ഫാൻസിലുള്ള സ്പീച്ചിൽ പല കേരള ഫാൻസിനും തോന്നിയിരിക്കുന്നത്. അതിൽ നമുക്കിനി റൂമേഴ്സൊക്കെ ശരിയാണോ എന്നൊരു തോന്നലും വരുന്നുണ്ട്. എപ്പോൾ കേരളത്തിൽ വരുമെന്ന് പോലും ഉറപ്പില്ല. ഇനിയിപ്പോൾ വിജയ് സൈഡിൽ നിന്ന് ഈ കാര്യത്തിന്, അതായത് ഈ സിനിമ നിർത്തുമോ ഇല്ലേ എന്നതിനൊരു ക്ലാരിഫൈ കിട്ടുന്നത് വരെ അതൊരു വല്ലാത്ത തരം ന്യൂസായിട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ക്ലാരിഫൈ വേണം, നിർത്തുമോ നിർത്തില്ല എന്നൊക്കെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടാൽ നന്നായിരുന്നു. എന്നാൽ ഫാൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ നിർത്തുമോ ഇല്ലയോ സംശയിച്ച് തന്നെ കൊണ്ടിരിക്കും. എന്തായാലും ഒരിക്കലും നടക്കില്ല എന്ന് ആഗ്രഹിക്കുന്ന റൂമറാണിത്. ഏതായാലും ഗോട്ടിന് ഷൂട്ടിങ്ങിന് വേണ്ടി ദളപതി കേരളത്തിൽ വന്നതിന് ഗോട്ടിന് വലിയൊരു ഹൈപ്പ് എന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ലിയോയുടെ നമ്പർ 1 റെക്കോർഡായ കേരള FDയുടെ അടുത്തിങ്ങനെ ഗോട്ട് വരാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ഷെയർ തട്ടി വിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അവിടെ തട്ടി വിട്ടാൽ സന്തോഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.